ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഓവർകോട്ടാണ്. ഈ ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓവർകോട്ടാണ്. അപ്പം ഇത് ക്രിസ്മസിനുള്ള മെറ്റീരിയലാണിത്. ഇത് വൈറ്റിൽ റെഡ് ഡോട്ട് വരുന്നതാണ്. അത് വെച്ച് സിമ്പിളായിട്ടൊരു ഓവർകോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് കരുതിയാണ്. ഇതിന് കോളറും ഒന്നുമില്ല. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, വളരെ വേഗത്തിൽ തന്നെ. അതിനായിട്ട് റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് ഞാനിവിടെ ലെങ്ത് അനുസരിച്ച് മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എത്രയാണോ ലെങ്ത് വേണ്ട അതനുസരിച്ച് നമുക്കത് മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം. എനിക്കിവിടെ 45 ഇഞ്ച് ലെങ്താണ് വേണ്ടത്. അതനുസരിച്ച് ഞാനിവിടെ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. കോട്ടിനുള്ള മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ 4ആയിട്ട് മടക്കിയിടണം. ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. സാധാരണ നെയ്റ്റിയൊക്കെ കട്ട് ചെയ്യാൻ മടക്കിയിടുന്ന തൊട്ട് തന്നെ 4ആയിട്ട് മടക്കിയിടുക. ഈ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് വരുന്നത് 60 ഇഞ്ച് വിഡ്ത്താണ്. ആ വിഡ്ത്തിൽ തന്നെയാണ് നമ്മൾ ഓവർകോട്ടിൻ്റെ താഴത്തെ വിഡ്ത്ത് എടുക്കുന്നത്. അതനുസരിച്ച് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടാം നമുക്ക് മെറ്റീരിയൽ. ഇതുപോലെ 4ആയിട്ട് ആദ്യം മടക്കിയിടുക. അതിനുശേഷം നമുക്ക് അളവുകളെല്ലാം അടയാളപ്പെടുത്താം. കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയിടുക. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒഴുകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുത്ത് നമുക്ക് അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഷോൾഡർ 7.5 ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം 7.5. അതിനുശേഷം ബ്രസ്റ്റ് അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ബ്രസ്റ്റ് അളവ് 11 ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷേപ്പും 10 നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. താഴേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. താഴെ ഇവിടുന്ന് ഷേപ്പിൻ്റെ അവിടുന്ന് താഴേക്ക് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴത്തെ വിഡ്ത്ത് വരുന്നത് ഞാൻ പറഞ്ഞ തൊട്ട് ഫ്രണ്ട് പാർട്ട് തന്നെ 60 വരും, ബാക്ക് പാർട്ടും 60 വരും. അതുകൊണ്ട് നല്ല വിഡ്ത്തിൽ തന്നെ കിട്ടും. താഴത്തെ വിഡ്ത്ത് നല്ല ഫ്ലെയർ ആയിട്ട് കിടന്നോളും. താഴെ നല്ല വിഡ്ത്ത് വരുന്നതുകൊണ്ട് നമ്മൾ താഴ്ഭാഗം എത്തുമ്പോൾ മുകളിൽ നിന്ന് നന്നായിട്ടൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിടക്കുകയുള്ളൂ. അല്ലെങ്കിൽ താഴേക്ക് വലിഞ്ഞ് കിടക്കും. ഇപ്പം എന്നിട്ട് മുകൾ ഭാഗവും നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. രണ്ടും ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കി കൊടുത്തു. അതിനുശേഷം നമുക്കിതിൻ്റെ ഓപ്പണിങ് കൊടുക്കണം. ഫ്രണ്ടിൽ ഓപ്പണിങ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഓപ്പണിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ എത്രയാണോ നമ്മൾ നെക്ക് സാധാരണ എടുക്കാറുള്ളത് അതനുസരിച്ച് ഞാനിവിടെ 3 ഇവിടെ എടുക്കുന്നത്. ഇത് താഴെ വരെ ഇതുപോലെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. താഴെ വരെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഞാനത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒട്ടും വ്യത്യാസം വരാത്ത രീതിയിൽ താഴെ വരെ കറക്റ്റായിട്ട് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഫുള്ള് കറക്റ്റിന് വെച്ച് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ടിൽ 2 ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുള്ള മെറ്റീരിയൽ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ആ ഫ്രണ്ട് പീസിൽ നിന്ന് കട്ട് ചെയ്ത മെറ്റീരിയലിൽ നിന്നും ഇതുപോലെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ മടക്കി വെച്ചിട്ട് 2 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ടിൽ ഒരു ബെൽറ്റ് കൊടുക്കാനാണ്, 2 ബെൽറ്റ് വലിച്ചു മുറുക്കി കെട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ഈ ബെൽറ്റിൻ്റെ താഴ്ഭാഗത്ത് ഒരു കോൺ പോലെ ഒരു ഫ്ലവർ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുള്ള മെറ്റീരിയലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നല്ലതായിട്ട് ഒന്നുകൂടി മടക്കി കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കോണായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ബെൽറ്റിനുള്ളത് ഇതുപോലെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടിച്ച് മറിച്ചെടുക്കുകയും ചെയ്യാം, ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ 2 സൈഡും ഒന്ന് മടക്കുക, വീണ്ടും ഒന്നുകൂടി മടക്കുക. ഇതുപോലെ മടക്കി കൊടുത്ത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ബെൽറ്റും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമുക്ക് ആ കോണോട് മടക്കി വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇതുപോലെ കോണായിട്ട് തന്നെ വെച്ച് കൊടുത്ത് ഒന്നുകൂടി ഇതുപോലെ മടക്കുക. രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് പിന്നെ ഒന്നുകൂടി ഇതുപോലെ മടക്കി ആ കോൺ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗം വരുമ്പോൾ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. പുറത്തേക്ക് സ്റ്റിച്ചിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നത്. അങ്ങനെ 2 പ്രാവശ്യം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ രണ്ടും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചെടുക്കുക. ഇതുപോലെ മറിച്ചെടുത്ത് കഴിയുമ്പോൾ അതാ ഇതുപോലെ വരും. ഇതുപോലെ ഒരു ഫ്ലവർ പോലെ ഇതുപോലെ വന്നോളൂ. അതുപോലെ രണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുൾ സ്ലീവായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പാർട്ടും നമുക്ക് ഇതുപോലെ തന്നെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് മടക്കി ഫ്രണ്ട് പാർട്ട് മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡും ഫ്രണ്ട് പാർട്ടിൻ്റെ 2 സൈഡും രണ്ടായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള പീസുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മറുപുറവും ഫ്രണ്ടും ബാക്കും മാറിപ്പോയിരിക്കും. ഒരുപോലുള്ള മെറ്റീരിയൽ ഫ്രണ്ടും ബാക്കും അറിയാത്ത മെറ്റീരിയൽ ആണെങ്കിൽ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ആദ്യത്തെ പീസ് മുകളിൽ നിന്ന് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ പീസ് താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമുക്ക് മാറിപ്പോവില്ല. ഇത് രണ്ടും അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഷോൾഡർ തമ്മിൽ ബാക്ക് പാർട്ടുമായിട്ട് ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കുകയാണ്. ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കുമ്പോഴത്തേക്കും ബാക്ക് പാർട്ടിൽ നമ്മൾ ഇതുപോലെ ഒരു പീസ് വെച്ച് അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുത്ത് അടിച്ചു മറിക്കണം. അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ വെച്ച് ഷോൾഡർ തമ്മിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ മടക്കി 2 സൈഡും ചെറുതായിട്ട് മടക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉള്ളിലേക്ക് വെക്കുള്ളൂ. അപ്പോൾ ആ ഷോൾഡർ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പുറത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആ ഉള്ളിലേക്ക് വെച്ച് മടക്കാനുള്ള മെറ്റീരിയൽ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഷോൾഡർ ഒരരികത്ത് നിന്ന് മറ്റേ അരികം വരെ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് മറിച്ച് വെച്ചിരിക്കുന്ന ആ മെറ്റീരിയലിനെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വരും. ഇതുപോലെയാണ് വരുന്നത് ഉള്ളിലേക്ക് വെച്ച മെറ്റീരിയൽ. എന്നിട്ട് അതിൻ്റെ 3 സൈഡ് നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്ത് 3 സൈഡ് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും സ്ലീവ് ഇതുപോലെ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് പല വീഡിയോസിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഇതിലും നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലീവ് ഇതുപോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ
അറ്റത്തുകൂടി നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് എത്രയാണോ വണ്ണം വേണ്ടത് അത് നോക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ വരാം. രണ്ട് സൈഡും കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ എടുക്കാം. താഴെ വരെ ഇതുപോലെ ടോപ്പിൻ്റെ താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ട്രഗാണ്, സ്ട്രഗിൻ്റെ താഴ്ഭാഗം വരെ നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ഓരോ ബെൽറ്റ് പിടിപ്പിച്ച് കൊടുക്കാണ്ട് അതിന് എത്രയാണോ ലെങ്ത് ഇറക്കത്തിലാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് അളന്ന് നോക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിൽ നമ്മൾ ആ ഓപ്പൺ ഇട്ടിരിക്കുന്ന രണ്ട് സൈഡിലും നമുക്കിതുപോലെ ബെൽറ്റ് ഉള്ളിലേക്ക് വെച്ച് മടക്കി കൊടുത്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം താഴ്ഭാഗം ഒന്ന് നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴ്ഭാഗം നമുക്കിതുപോലെ സിക്സാക്ക് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സ്ട്രഗ് സ്റ്റിച്ച് ചെയ്യാം. അന്നേരം ഇതിന് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. കോളർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് വേറൊരെണ്ണത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോയി കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.